സമയം 3:25 അതായത് 3:30. തലവേദനയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ, അത്രയും തലവേദന എടുക്കുന്നുണ്ട്. സാധാരണ ഞാൻ രാവിലെ എണീറ്റ് ചായയോ പാലോ എന്തെങ്കിലുമോ കുടിക്കാറുണ്ടല്ലോ. അപ്പോൾ ചിലപ്പോൾ അത് ഭക്ഷണം കഴിച്ചില്ലെങ്കിലും ഞാൻ അങ്ങനെ എന്തെങ്കിലും കഴിക്കാറുണ്ട്, ചായയോ പാലോ ഒക്കെ കുടിക്കാറുണ്ട്. ചിലപ്പോൾ അങ്ങനെയൊന്നും കുടിക്കാത്തതുകൊണ്ടായിരിക്കും. നല്ല തലവേദനയുണ്ട്. അത് കണ്ണ് വരെ വേദന എടുക്കുന്നുണ്ട്. ഈ വലത്തെ കണ്ണും വേദന എടുക്കുന്നുണ്ട്. തലവേദന എടുത്തിട്ട് തലയുടെ മുകളിലോട്ടില്ല, നെറ്റിയും കണ്ണും ഒക്കെയാണ് വേദന എടുക്കണം. ഫുഡൊന്നും കഴിച്ചിട്ടില്ല. ഇടയ്ക്ക് വെച്ച് ഞാൻ വിചാരിച്ച് വേണ്ട മുറിച്ചേക്കാം എന്ന് വരെ ഞാൻ ഒരു 11:30-12 മണിയായപ്പോൾ തലവേദന എടുത്തപ്പോൾ ഞാൻ വിചാരിച്ച്. പിന്നെ ഞാൻ വിചാരിച്ചത് ഞാൻ ആഗ്രഹം വിചാരിക്കാതെ എടുക്കണമല്ല, ആഗ്രഹം വിചാരിച്ചെടുക്കുന്നതാണ്, അതും 2 ആഗ്രഹം. അപ്പോൾ ഞാൻ വിചാരിച്ച് എന്തായാലും വേണ്ട, ഒരാഗ്രഹം വിചാരിച്ചല്ലേ എടുക്കണം, ആഗ്രഹം നടന്നു കിട്ടാൻ വേണ്ടി വ്രതം എടുത്തേക്കാം. അതുപോലെ സാധാരണ വ്രതം എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ എടുക്കാറില്ല. ഇപ്പോൾ വളരെ കുറച്ച് വ്രതങ്ങളെ ഞാൻ ലിമിറ്റ് ചെയ്ത് എടുക്കാറുള്ളൂ. എടുക്കണത് ഇങ്ങനത്തെ വ്രതമായിരിക്കും, കുറച്ച് കഠിന വ്രതമായിരിക്കും, അതാണ് അതിൻ്റെ കാര്യം. എടുത്തു കഴിഞ്ഞാൽ എനിക്ക് മുറിക്കണതിനോട് വലിയ താല്പര്യമില്ല. അപ്പോൾ മാക്സിമം ഞാൻ പിടിച്ച് നിൽക്കാൻ തന്നെ വിചാരിച്ചു. ഇപ്പോൾ 3:30 ഇപ്പോൾ അതായത് ഒരു 4 മണിയാവാറായി. ഇനി ഒരു 2-4 മണിക്കൂർ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വിളക്ക് കത്തിക്കും. വിളക്ക് കത്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉറങ്ങാം. ഉറങ്ങിക്കഴിഞ്ഞാൽ നാളെ രാവിലെ പോയി ഞാൻ എൻ്റെ എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ ഞാൻ പറയാം, ഇല്ലെങ്കിൽ ഇനി നാളെ വ്ളോഗ് ചെയ്യുള്ളൂ. അല്ല, ചെറുതായിട്ട് എന്തെങ്കിലും വ്ളോഗ് ചെയ്യാൻ പറ്റുമെങ്കിൽ. പ്രത്യേകിച്ച് ഒന്നുമില്ല, ഇങ്ങനെ ഫുഡ് കഴിക്കാതിരിക്കുക എന്നുള്ളതായതുകൊണ്ട് ഞാൻ നാരായണി എഴുതി. ഞാൻ അത് പറഞ്ഞോന്ന് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും കോവിലിൽ പോണതിന് മുമ്പായിട്ട് ഒരു ദശകം നാരായണി എഴുതി. പിന്നെ ഇന്ന് തുളസി ചെടിയെ 7 തവണ ഇങ്ങനെ ചുറ്റി പ്രാർത്ഥിക്കണം, നല്ലതാണെന്ന് പറയും. ഓം നമോ ഭഗവതേ വാസുദേവായ നമ. അല്ലെങ്കിൽ വേറൊരു മന്ത്രമുണ്ട് ലക്ഷ്മി ദേവിയുടെ, അതേതെങ്കിലും ഒന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ ലക്ഷ്മി ദേവിയുടെ മന്ത്രം എനിക്ക് കാണാതെ അറിയില്ല, അപ്പം അത് ഞാൻ എഴുതിയൊക്കെ പറയണമെന്നുള്ളതുകൊണ്ട് ഞാൻ ഭഗവതേ വാസുദേവായ നമ അതാണ് പറഞ്ഞത്. 7 തവണ പറഞ്ഞു. തലത ഇവിടെ 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 ഇങ്ങനെയൊക്കെ വേദനിക്കുന്നുണ്ട്. പൊതുവേ എനിക്കങ്ങനെ ഫുഡ് കഴിക്കാതിരുന്നാലോ വ്രതം എടുക്കുമ്പോഴോ ഒരു പ്രശ്നമുള്ളതല്ല. പിന്നെ കഠിന വ്രതമല്ലേ, ചിലപ്പോൾ ദൈവം അത് സാധിച്ചു തരാൻ വേണ്ടി പരീക്ഷിക്കുന്നതായിരിക്കും എന്ന് വിചാരിക്കാനാണ് എനിക്കിഷ്ടം. കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരണുണ്ട്, നിൽക്കണില്ല സത്യം പറഞ്ഞതാ. കാണിച്ചു തരാം. ഇതാ കണ്ട, കണ്ണിൽ നിന്ന് വെള്ളം വരണുണ്ട്. അപ്പോൾ നമ്മളെ ബുദ്ധിമുട്ടി ഇത്രയും കഷ്ടപ്പെട്ട് വ്രതം എടുക്കണമെന്ന് ചോദിച്ചാൽ അതിൻ്റെ ആവശ്യം ഉണ്ടോയെന്ന് ചോദിച്ചാൽ അത് ഓരോരുത്തരുടെ മനസ്സിൻ്റെ ഇതാണ്. ദൈവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ പോലും 2 പക്ഷം ആണല്ലോ അഭിപ്രായം. അപ്പോൾ മനുഷ്യൻ ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്, ഇല്ലാത്തവരുമുണ്ട്. അത് അവനവൻ്റെ വിശ്വാസത്തെ ഇതാണ്. ഞാനും നിർജ്ജല ഏകാദശിയാണെന്ന് അറിഞ്ഞു വെച്ച് തന്നെയല്ലേ എടുക്കണം. അതുപോലെ എനിക്ക് ദൈവം സഹായിച്ച് ഇപ്പോൾ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നുമില്ല. ഭാവിയിലിപ്പോൾ നമുക്ക് അങ്ങനെയല്ല, എന്തായാലും നമുക്ക് എപ്പോഴും നമ്മൾ ഒരുപോലെ ഇരിക്കില്ലല്ലോ. ഇപ്പം എനിക്ക് എടുക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ ആയതുകൊണ്ട് ഞാൻ എൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1-2 ആഗ്രഹങ്ങൾ വിചാരിച്ചിട്ട് വ്രതം എടുത്തു എന്നേ ഉള്ളൂ. അല്ലാതെ നമ്മൾ തിങ്കളാഴ്ച വ്രതമൊക്കെ ഞാൻ എടുത്തിട്ടുള്ളതാണ്. പണ്ട് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴും എടുത്തിട്ടുണ്ട്. അതുപോലെ അത് കഴിഞ്ഞ് ഇപ്പോഴും ഈ ഇടയ്ക്ക് ഒരു വർഷത്തിൻ്റെ ഇടയ്ക്ക് വെച്ച് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതും ഇതുപോലെ തന്നെയാണ്, രാവിലെ തൊട്ട് ഫുഡ് കഴിച്ചുകൂടാ. പക്ഷേ തലവേദന അങ്ങനത്തെ കാര്യങ്ങളൊന്നും എടുത്തതായിട്ട് എനിക്ക് ഓർമ്മയില്ല. അത് രാത്രി 7 മണിക്ക് ഫുഡ് കഴിക്കാം. പക്ഷേ എന്നാലും തലവേദനയും കാര്യങ്ങളൊന്നും എടുത്തതായിട്ട് എനിക്ക് വലിയ പ്രശ്നം ഉണ്ടായിരുന്നതായിട്ട് തോന്നുന്നില്ല. പിന്നെ ഇതൊരു ദിവസത്തെ വ്രതമാണ്. അപ്പോൾ നമ്മൾ എടുക്കേണ്ടത് നമ്മുടെ മനസ്ഥിതി അനുസരിച്ചാണ്. എടുത്താലേ ദൈവം രക്ഷിക്കൂ അങ്ങനെയൊന്നുമില്ല. ആഹാരം കഴിച്ച് വ്രതം എടുക്കണവരുണ്ട്, അങ്ങനെയും ഉണ്ട്. അത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരൊരു ആരോഗ്യസ്ഥിതി മരുന്ന് കഴിക്കാനൊക്കെ ഉള്ളവർക്ക് വെള്ളം കുടിച്ചേ പറ്റുള്ളൂ, ആഹാരം കഴിച്ചേ പറ്റില്ല, ഈ തല ഇറങ്ങി വീണു എന്നുള്ളവർ ആ രീതിക്കൊക്കെ എടുക്കണവരുണ്ട്. ഇത് എന്നെ കൊണ്ട് പറ്റും എന്നുള്ളതുകൊണ്ട് ഞാൻ എടുത്തതാണ്. എൻ്റെ ബോഡിയെ ഇത് ശാസ്ത്രീയമായി പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ ബോഡിക്ക് സത്യം പറഞ്ഞാൽ ഒരു ദിവസമൊക്കെ ഫാസ്റ്റിംഗ് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്.
അപ്പോൾ അതല്ലെങ്കിൽ പോലും ഇത് ഒരു വിശ്വാസമാണ്. അങ്ങനെ നമ്മൾ അങ്ങനെ ആരും അടിച്ചേൽപ്പിച്ചെടുക്കണമല്ല. എൻ്റെ വീട്ടുകാർ പറഞ്ഞിട്ടൊന്നും എടുക്കണമല്ലല്ലോ. ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ എടുക്കുന്നു. അതിലെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ സഹിക്കേണ്ടിയും വരും. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് വ്ളോഗ് ചെയ്തു എന്നേ ഉള്ളൂ. ഇത് ആരും എടുക്കാൻ വേണ്ടിയോ അങ്ങനെയൊന്നും അല്ല. ഞാൻ ജസ്റ്റ് ഒരു മെമ്മറിക്ക് വേണ്ടി ആഗ്രഹവും കൂടി ഞാൻ എന്താണ് ആഗ്രഹിച്ചതെന്ന് പറയണമെന്ന് എനിക്കുണ്ട്. പക്ഷേ അത് ആഗ്രഹം നടക്കാതെ പറഞ്ഞുകൂടാന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ അത് പറയാത്തില്ലെങ്കിൽ ഒരു മെമ്മറിക്ക് വേണ്ടി ആ ആഗ്രഹം നടന്നോ ഇല്ലയോ എന്നൊക്കെ പിന്നീട് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹവും കൂടി പറഞ്ഞേനെ. പക്ഷേ തൽക്കാലം അത് പറയുന്നില്ല. ഞാൻ എഴുതി വെക്കണോ എവിടെയെങ്കിലും എങ്കിലേ ഓർമ്മ കാണുള്ളൂ. എന്തായാലും അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ. ചെറിയ തലവേദന ഉണ്ട് എന്ന് ഒഴിച്ച് കഴിഞ്ഞാൽ ഹെൽത്തൊക്കെ ഓക്കെയാണ്. വിശപ്പൊന്നും തോന്നിയിട്ടില്ല ഇതുവരെ. പക്ഷേ തലവേദന എനിക്ക് അങ്ങനെ വരാറില്ല. അതായത് വ്രതം എടുക്കുമ്പോഴൊന്നും വരാറില്ല. പക്ഷേ ഇപ്പോൾ ഉണ്ട്, എന്താണെന്ന് അറിയില്ല. അത് മാത്രമാണ് ഒരു ബുദ്ധിമുട്ട്. നല്ല തലവേദനയുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഇനി വൈകുന്നേരം എന്തെങ്കിലും ഒരു ചെറിയ ഷോർട്ട് വീഡിയോ ക്ലിപ്പ് എടുക്കാം.